വെൽക്കം. റഹ്മാനാണ്. ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് വീഡിയോ സീരീസിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. നമുക്ക് ആദ്യം എന്താണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. സോ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആർ ടെക്നിക്സ്. സോ ദീസ് ആർ ടെക്നിക്സ് ആണ്. ടെക്നിക്സ് ഫോർ വാട്ട്? ടെക്നിക്സ് ഒന്ന് ടു ഐഡന്റിഫൈ തിരിച്ചറിയാനായിട്ട്, കണ്ടുപിടിക്കാൻ എന്തെങ്കിലും കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടോ. സോ ഇതപ്പോ ഒരു ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് ഒരു ആവശ്യം. രണ്ടാമത്തെ ആവശ്യം ടു ഡിറ്റർമിൻ ദ സ്ട്രക്ചർ. നമുക്ക് ഒരു സാധനത്തിന്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഫോർ സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ, ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഒരു കെമിക്കൽ കോമ്പൗണ്ട് എന്താണ്, അതിന് അനലിറ്റിക്കൽ കോമ്പൗണ്ട് ഉപയോഗിക്കും. മൂന്നാമത്തത് ടു ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിറ്റർമിൻ. സോ അത് ടു ഡിറ്റർമിൻ ദ ക്വാണ്ടിറ്റി ആണ്. ടു ഡിറ്റർമിൻ ക്വാണ്ടിറ്റേറ്റീവ്ലി, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കാൻ എത്ര വരും, എത്രയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോ എത്ര, ഇത് എത്രയുണ്ട് എന്നാണ്, ഇത് എന്ത് ആണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ എന്താണ് ഇതെല്ലാം കണ്ടുപിടിക്കുക? ഇൻ എ ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ ഓർ കോമ്പൗണ്ട്. സോ എനി ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ ഓർ എനി കോമ്പൗണ്ട്. നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ആയതുകൊണ്ടാണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്. വെറുതെ കെമിക്കൽ അനാലിസിസ് പറഞ്ഞാലും ഇത് തന്നെയാണ്. അവിടെ ഫാർമസ്യൂട്ടിക്കൽ എന്നുള്ള വാക്ക് മാത്രം മാറ്റിയാൽ മതി. സോ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ബൈ വേരിയസ് മെത്തേഡ്സ്. നമ്മൾ പല മെത്തേഡ്സ് ഉപയോഗിക്കും. വേരിയസ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. എന്തെല്ലാം ടൈപ്പ് മെത്തേഡ് ഉണ്ട്? വി ക്യാൻ യൂസ് മാനുവലി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കെമിക്കലി നമുക്ക് കണ്ടുപിടിക്കാം, ഓർ വി ക്യാൻ യൂസ് സം ഇൻസ്ട്രുമെന്റ്സ്. സോ ഇങ്ങനെയെല്ലാം നമ്മൾ ഒരു സംഭവത്തെ കണ്ടുപിടിക്കുകയാണ്, ഒരു കെമിക്കലിനെ കണ്ടുപിടിക്കുകയാണ്. സോ ഇതാണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്. സോ ദീസ് ആർ ടെക്നിക്സ് ടു ഐഡന്റിഫൈ ഓർ ടു ഡിറ്റർമിൻ ക്വാണ്ടിറ്റേറ്റീവ്ലി എനി ഫാർമസ്യൂട്ടിക്കൽ കോമ്പൗണ്ട് ബൈ യൂസിങ് വേരിയസ് കെമിക്കൽ ഓർ അതർ അനലിറ്റിക്കൽ മെത്തേഡ്സ്. സോ അതിനെയാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുക. സോ ബേസിക്കലി അനാലിസിസ് നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒന്ന് ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ അൺനോൺ സാമ്പിളിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കെമിക്കൽ ഉണ്ടോ ഇല്ലയോ. സോ അൺനോൺ സാമ്പിൾ ആയിരിക്കും. ഇപ്പോഴായിരിക്കും നമ്മൾ അൺനോൺ സാമ്പിൾ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്ന കെമിക്കൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. സോ നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ട് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാറ്. സോ ഇതൊരു ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. ഇത് മാനുവലി നോക്കാം. നമുക്ക് ബൈ സ്മെൽ, ടേസ്റ്റ്, കളർ, ഓർഡർ, അപ്പിയറൻസ്, സോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് മാനുവലി നമുക്ക് ക്വാളിറ്റേറ്റീവ് കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം, അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ദീസ് ഓൾ ഗീവ്സ് ഐഡിയ അബൌട്ട് വാട്ട്സ് എ കോമ്പൗണ്ട്. എന്താണ് ഈ കോമ്പൗണ്ട് എന്ന് അറിയുകയാണെങ്കിൽ അതൊരു ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആയി. ഉദാഹരണം, നമ്മൾ പാരസെറ്റമോൾ ഗുളിക വാങ്ങാണെന്ന് വിചാരിക്കും. ഫാർമസ്യൂട്ടിക്കൽ എക്സാമ്പിൾ പറയണമല്ലോ. അപ്പൊ അത് തന്നെ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യാണ്. ഇതിനകത്ത് പാരസെറ്റമോൾ ഉണ്ടോ ഇല്ലയോ, പാരസെറ്റമോൾ തന്നെയാണോ എന്ന് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. ഇനി അപ്പൊ രണ്ടാമത്തെ ടെസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. സോ ഇവിടെ നമ്മൾ കോമ്പൗണ്ട് എത്രയുണ്ട് എന്നാണ് നമ്മൾ പറയുക. എന്ത് കോമ്പൗണ്ട് ആണ് എന്നല്ല, എത്ര കോമ്പൗണ്ട് ഉണ്ട് എന്നാണ് നമ്മൾ. സോ ദെൻ വി വിൽ എക്സ്പ്രസ് ഇൻ സം ടേം. കോൺസെൻട്രേഷൻ ഒക്കെ പല ടേംസിൽ പറയും. ഇപ്പോൾ പാർട്സ് പെർ മില്യൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വെയിറ്റ് ബൈ വെയിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ പറയാം. സോ എങ്ങനെ പല രീതിയിൽ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണം, നമ്മൾ സെയിം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പാരസെറ്റമോൾ എടുത്തു. ഇവിടെ നമ്മൾ പാരസെറ്റമോൾ ഉണ്ടോ ഇല്ലയോ നോക്കി. ഇവിടെ നമ്മൾ മേടിച്ചതിനകത്ത് 500 മില്ലിഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യണം 500 മില്ലിഗ്രാം തന്നെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ്. അതിനകത്ത് പാരസെറ്റമോൾ 500 മില്ലിഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ആയി. ഇനി നമുക്ക് സെമി ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. സെമി ക്വാണ്ടിറ്റേറ്റീവിനകത്ത് നമ്മളൊരു നോൺ സ്റ്റാൻഡേർഡ്, ഇപ്പോൾ നോൺ ആയിട്ടുള്ള നമുക്കൊരളവ് വയ്ക്കുക. എത്ര ഉണ്ടായിരിക്കണം, ഇതിൽ കൂടുതലുണ്ടോ ഇല്ലയോ. സോ അങ്ങനെയുള്ളത് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു സ്റ്റാൻഡേർഡ് അളവ് വെച്ചിട്ട് അതിന് മുകളിലാണോ അതിന് താഴെയാണോ എന്ന് മാത്രം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് നമുക്കറിയില്ല, പക്ഷെ ഒരു പ്രത്യേക ലെവൽ വെച്ചിട്ട് അതിൽ കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് മാത്രം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനി ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസ് ഏതെല്ലാം മേഖലകളിലുണ്ട്, അല്ലെങ്കിൽ വാട്ട്സ് ദ സ്കോപ്പ്. വേറൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കോപ്പ് ഓഫ് ദിസ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈഡ് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഏരിയ ആണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, മറ്റനേകം ഇൻഡസ്ട്രിയിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. സോ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഒന്ന് ആദ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ സോ അവരിപ്പോൾ ഉദാഹരണം റോ മെറ്റീരിയൽ അനാലിസിസിന് ഇത് ഉപയോഗിക്കണം അല്ലെ. റോ മെറ്റീരിയൽസ് അവർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ശരിയാണെങ്കിലാണ് അവരുടെ പ്രൊഡക്റ്റ് ശരിയായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ കമ്പനികളെല്ലാം തന്നെ ഇത് ചെയ്യും. ദെൻ രണ്ടാമത്തത് അവരുടെ ഫൈനൽ പ്രൊഡക്റ്റും ചെക്ക് ചെയ്യും. ഫൈനൽ പ്രൊഡക്റ്റും അവർ വീണ്ടും അനാലിസിസ് നടത്തും. സോ അതിനകത്ത് ശരിയായ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നോക്കാം. ദെൻ ഇൻ ബിറ്റ്വീൻ ബാച്ചസ് തമ്മിൽ അവർ നോക്കും. ഒരേ ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണോ മരുന്നുകളാണോ എല്ലാ സമയവും പോകുന്നത്, എല്ലാത്തിനും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ എന്ന് നോക്കാം. ദെൻ നാലാമത്തെ ഇൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അവർക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്താം. ഏതെങ്കിലും പ്രോസസ്സിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. സോ എല്ലാം തന്നെ ക്വാളിറ്റി കൺട്രോൾ ആണ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിൽ വരുന്നതാണ്. സോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അതിന്റെ ക്വാളിറ്റി കറക്റ്റ് ആണോ എന്ന് നോക്കാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ചെയ്യാം. ദെൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി തന്നെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റീസ് അവർക്ക് ചെക്ക് ചെയ്യാം. അവരിപ്പോ ഒരു മരുന്ന് മാർക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവർ കൊണ്ട് ടെസ്റ്റ് ചെയ്യും. ഈ പറയുന്ന മരുന്നിനകത്ത് അത്രയും മരുന്ന് അടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മായം അടങ്ങിയിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡ്രഗ് ടെസ്റ്റിംഗ് ലാബോറട്ടറീസിലേക്ക് അയച്ചിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്യാം. ദെൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് ഫൈറ്റോകെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഒരു ചെടിയിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കും. ചെടികളിൽ നിന്നിട്ട് കിട്ടുന്ന കോമ്പൗണ്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും ഒരേ നിലവാരം ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ സമ്മറിൽ ഒരേ ചെടിയിൽ നിന്ന് കിട്ടുന്ന അത്രയും സാധനം തന്നെ വിന്ററിൽ നിന്നോ അല്ലെങ്കിൽ മഴക്കാലത്ത് നിന്ന് കിട്ടണമെന്നില്ല. സോ റോ മെറ്റീരിയൽസിൽ ഫൈറ്റോകെമിക്കൽസിൽ അപ്പോൾ റോ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റോ മെറ്റീരിയൽസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. ദെൻ ഫൈറ്റോകെമിക്കൽസിൽ തന്നെ ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട്. ദെൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉണ്ട്. ദെൻ ഹെർബൽ ഡ്രഗ് ഇൻഡസ്ട്രി, മൊത്തം ഹെർബൽ ഡ്രഗ് ഇൻഡസ്ട്രിയിൽ ഇതിന് വൈഡ് ആപ്ലിക്കേഷൻ ആണ്. ഹെർബൽ ഡ്രഗ് ഇൻഡസ്ട്രിയിൽ വൈഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് അത് ഉപയോഗിക്കുക. ഇനി മരുന്നല്ലാതെ ബയോമെഡിക്കൽ ഏരിയയിലും ഇതിന് ഭയങ്കര ആപ്ലിക്കേഷൻ ആണ്. ബയോമെഡിക്കൽ ഏരിയയിൽ ഇപ്പോൾ ഒരു ഡയഗ്നോസിസ്, ഒരു രോഗം ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, അനാലിസിസ് ചെയ്യണം. അത് ബ്ലഡ് ആയിരിക്കും, യൂറിൻ ആയിരിക്കും. സോ ഇതെല്ലാം അനാലിസിസ് ആണ് നടത്തുക. മരുന്നല്ല അനാലിസിസ് ചെയ്യുന്നത്, പക്ഷെ അനാലിസിസ് തന്നെയാണ് നടത്തുക. അതും മരുന്നൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡുകളൊക്കെ തന്നെ ആയിരിക്കും. സോ ഡയഗ്നോസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഏതെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഡ്രഗ് ലെവൽ കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചില മരുന്നുകൾക്കെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ഇതിന്റെ എല്ലാം തന്നെ R&D ഡിപ്പാർട്ട്മെന്റിലും ഇത് ഉപയോഗമുണ്ട്. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാനും എല്ലാം അനലിറ്റിക്കൽ മെത്തേഡ്സ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദെൻ ഇനി മറ്റ് ഇൻഡസ്ട്രി, ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള ഇൻഡസ്ട്രിയാണ് ഫുഡ് ആൻഡ് ബീവറേജസ് ഇൻഡസ്ട്രിക്കകത്ത് വൈഡ് ആപ്ലിക്കേഷൻ ആണ്. സോ ഡയറി ഇൻഡസ്ട്രി, ഫുഡ് ആൻഡ് ബീവറേജിലെ ഒരു പ്രധാനമാണ് ഡയറി, മിൽക്ക്, പാലിൽ കൃത്യമായിട്ടുള്ള എമൗണ്ടിൽ സാധനങ്ങൾ അല്ലെ, പല പാലുകളും പല വ്യത്യസ്ത പാലുകൾ വരുന്നത് അതിനകത്ത് കെമിക്കൽസ് നിയന്ത്രിച്ചിട്ടാണ്. ദെൻ ബേക്കറി ആൻഡ് റിലേറ്റഡ് ഇൻഡസ്ട്രി, അവരുണ്ടാക്കുന്നതിൽ ഇപ്പൊ ചില പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതലാണോ അല്ലയോ എന്നൊക്കെ അവർ ടെസ്റ്റ് ചെയ്യും. മറൈൻ ഫുഡ് ഈസ് അനദർ വൺ. മറൈൻ ഫുഡിനകത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഈ കടലിൽ നിന്ന് പിടിക്കുന്നതാണെങ്കിൽ പോലും അതിനകത്ത് ചില മീനുകളിലൊക്കെ മെർക്കുറി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി, അല്ലെങ്കിൽ ധാരാളം ടെസ്റ്റുകൾ മറൈൻ ഇൻഡസ്ട്രിയിലും ഇതുപോലെ ചെയ്യണം. ദെൻ ഈ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെ മൈക്രോ ബയോളജിക്കൽ അനാലിസിസും ഇമ്പോർട്ടന്റ് ആണ്. അതും ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് വരുന്നതാണ്, പക്ഷെ അത് മൈക്രോ ബയോളജിക്കൽ അനാലിസിസിൽ നമുക്ക് പെടുത്താം. ദെൻ ബീവറേജസിലെ അല്ലെ ഒരേ ടേസ്റ്റ് തന്നെയാണോ, ഒരേ രുചി തന്നെയാണോ, ഒരേ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ തന്നെയാണോ ഉള്ളത് നോക്കണം. ദെൻ ടീ, ചായ, നമുക്ക് തേയിലയൊക്കെ കിട്ടുകയാണ്. തേയിലയൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഒരു കമ്പനിയുടെ തേയില ഒരേപോലെ ഇരിക്കണം അല്ലെ. എല്ലാ സമയത്തും ഉണ്ടാകുന്ന തേയിലയിൽ അല്ലെങ്കിൽ തേയില ചെടിയിൽ ഒരേ എമൗണ്ട് കണ്ടന്റ് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ കണ്ടന്റ് ഒക്കെ കൃത്യമാക്കാനായിട്ട് അങ്ങനെയുള്ള ടെസ്റ്റിംഗ് എല്ലാം അനലൈസിസ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. ദെൻ വാട്ടർ അനാലിസിസ് ഇൻഡസ്ട്രിയിൽ മൊത്തം പെടുത്താം. ഏത് ഇൻഡസ്ട്രി ആയാലും അവിടെ വരുന്ന അവരുടെ വാട്ടർ സോഴ്സ്, ഇത് വാട്ടർ ഉപയോഗിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ അനാലിസിസ് ആയിരിക്കാം. സോ ഇൻ എനി ഇൻഡസ്ട്രി ഡീലിംഗ് വിത്ത് കെമിക്കൽസ് ഓർ പ്ലാസ്റ്റിക് ആയാലും എല്ലാത്തിലായാലും വാട്ടർ അനാലിസിസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫോറൻസിക്കിനകത്ത് ഇപ്പോൾ ഒരാൾ മരിച്ചു, അയാൾ എന്തുകൊണ്ട് മരിച്ചു, എന്തെങ്കിലും മരുന്നിന്റെ എമൗണ്ട് കൂടുതലുണ്ടോ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് മെത്തേഡ്സ് ആയിരിക്കും. ഡ്രഗിന്റെ എമൗണ്ടുകൾ ടെസ്റ്റ് ചെയ്യുന്ന, ശരീരത്തിനകത്ത് മരുന്നുകൾ ഏതെങ്കിലും കൂടുതലുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. വാട്ടർ ഉൾപ്പെടുന്നതാണ് എൻവയോൺമെന്റൽ അനാലിസിസ്. എൻവയോൺമെന്റൽ സയൻസിൽ ധാരാളം
ധാരാളം ഡിഫറെന്റ് അനാലിസിസ് ഉണ്ട്. അത് റോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ സോയിൽ ആയിരിക്കാം, എയർ ആയിരിക്കാം, സോ വാട്ടർ ആയിരിക്കാം, സോ പൊല്യൂട്ടൻസ്, അങ്ങനെയൊക്കെയുള്ള എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതും ബൈ യൂസിങ് ദ സെയിം മെത്തേഡ്സ് ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ്, അത് പറഞ്ഞില്ല. റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കും, മെഡിക്കൽ വിഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കാം, അല്ലാതെയും ഉപയോഗിക്കാം. സോ അവിടെയെല്ലാം ദിസ് ഫാർമസ്യൂട്ടിക്കൽ അനലിറ്റിക്കൽ മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ. സോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, മൊത്തം മെത്തേഡ്സ് എല്ലാം പഠിക്കുന്നത് സെയിം തന്നെയാണ്. നമ്മൾ മരുന്നുകളെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദിസ് സ്കോപ്പ് ഈസ് വൈഡ്. ഇനി നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സോ അബൌട്ട് മെത്തേഡ് നമുക്കിതിനെ രണ്ടാക്കാം. ബേസിക്കലി നമുക്ക് രണ്ടാക്കാം. ഒന്ന് നോൺ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്, നോൺ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ്. സോ ഇപ്പൊ അധികവും ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതല്ലാതെ നോൺ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സിൽ നമ്മൾ ചെയ്യാം. സോ അതിൽ ഏറ്റവും പ്രധാനം വോളിമെട്രിക് അനാലിസിസ് ആണ്. വോളിമെട്രിക് അനാലിസിസ് ആണ് നമ്മൾ ഈ വർഷം അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇത് പഠിക്കും. സോ അതിൽ ഏറ്റവും പ്രധാനം ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ. ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വോളിമെട്രിക് അനാലിസിസ് ആണ്. ദെൻ നോൺ അക്വസ് ടൈട്രേഷൻസ് നമ്മൾ ചെയ്യും. ദെൻ റിഡോക്സ് റിയാക്ഷൻ ടൈട്രേഷൻ നമ്മൾ ചെയ്യും. പ്രസിപ്പിറ്റേഷൻ PPT precipitation reactions നമ്മൾ ചെയ്യും. കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ചെയ്യും. കോംപ്ലക്സോമെട്രിക് ടൈപ്പ് ചെയ്യും. സോ വിവിധ തരം അനാലിസിസ് നമ്മൾക്ക് ചെയ്യും. ദെൻ പിന്നെ പറഞ്ഞുള്ളത് ഗ്രാവിമെട്രിക് അനാലിസിസ് ആണ്. ഗ്രാവിമെട്രിക് അനാലിസിസും നമുക്ക്. രണ്ടാമത്തത് നമുക്ക് പറയാനുള്ളത് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ആണ്. ആദ്യത്തെ നോൺ ഇൻസ്ട്രുമെന്റൽ ആണെങ്കിൽ രണ്ടാമത്തേത് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്. സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞാൽ സ്പെക്ട്രൽ മെത്തേഡ്സ് ആണ്. സ്പെക്ട്രൽ മെത്തേഡ്സ് എന്ന് വെച്ചാൽ അതിൽ നമ്മളൊരു ലൈറ്റിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ സ്പെക്ട്രയുടെ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ അനാലിസിസ് നടത്തുന്നതാണ് സ്പെക്ട്രൽ മെത്തേഡ്. സോ അത് തന്നെ പലതരമുണ്ട്. ഒന്ന് UV അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. ദെൻ ടർബിഡോമെട്രിക് ഉണ്ട്, കളറിമെട്രിക് ഉണ്ട്, കലോറിമെട്രിക് എക്സാമിനേഷൻസ് ഉണ്ട്. ദെൻ മാസ് സ്പെക്ട്രൽ അനാലിസിസ് ഉണ്ട്. ഓക്കെ, ദെൻ NMR ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് ഉണ്ട്. ദെൻ ആറ്റോമിക് എമിഷൻ ആകാം, ആറ്റോമിക് അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പി. സോ ഇങ്ങനെയൊക്കെയുള്ള പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് നമുക്ക് ചെയ്യാം. ദെൻ മറ്റൊരു മെത്തേഡ് ഉള്ളത് ഇലക്ട്രോ കെമിക്കൽ അനാലിസിസ് ആണ്. ഇലക്ട്രോ അനാലിസിസ് ഒരെണ്ണം ഇലക്ട്രോഗ്രാവിമെട്രി ആണ്. ദെൻ കണ്ടക്ടോമെട്രിക് ഉണ്ട്, കളോറിമെട്രിക് ഉണ്ട്, ദെൻ പൊട്ടൻഷ്യോമെട്രിക് ഉണ്ട്, ദെൻ വോൾട്ടോമെട്രിക്. സോ ഇതെല്ലാം സംതിങ് റിലേറ്റഡ് ടു ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിക് ആണ്. ദെൻ മൂന്നാമത്തെ മെത്തേഡ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് ആണ്. ക്രോമാറ്റോഗ്രാഫിക്സ് എന്ന് വെച്ചാൽ കളറാണ് പ്രധാനം. ഉദാഹരണം പേപ്പർ ക്രോമാറ്റോഗ്രാഫി ഉണ്ട്, ദെൻ TLC അല്ലെങ്കിൽ തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി ഉണ്ട്, ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി ഉണ്ട്, പ്ലാനാർ ക്രോമാറ്റോഗ്രാഫി ഉണ്ട്, HPLC ഉണ്ട്, HPTLC. സോ ഇതെല്ലാം വൈഡായിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ. പക്ഷെ നിങ്ങൾ പഠിക്കുന്നത് മിക്കവാറും 7th അല്ലെങ്കിൽ കൂടുതൽ ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോഴായിരിക്കും പഠിക്കുക. ദെൻ അതർ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ഇൻസ്ട്രുമെന്റിൽ തന്നെയാണ് റേഡിയോ ഇമ്മ്യൂണാസേ. ഇൻസുലിനൊക്കെ നമ്മൾ റേഡിയോ ഇമ്മ്യൂണാസേ ചെയ്യും. ELISA ടെസ്റ്റ് ഉണ്ട്. പല സാധനങ്ങളൊക്കെ നമുക്ക് ELISA ടെസ്റ്റിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ ഇതല്ലാതെ ഡിഫറെന്റ് അനലിറ്റിക്കൽ മെത്തേഡ്സ് പല ഫീൽഡുകളിലും നമ്മുടെ തന്നെ പല ഫീൽഡുകളിലും. ഇപ്പോൾ ഉദാഹരണം ബയോടെക്നോളജിയിലൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ നമ്മൾ കോവിഡ് ഒക്കെ വന്നപ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡുകളൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള പല ഡിഫറെന്റ് മെത്തേഡ്സ് ആർ ദർ. പക്ഷെ നമ്മൾ അതൊക്കെ മറ്റു ഭാഗത്തായിരിക്കും പഠിക്കുക. ഇവിടെ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ അനലിറ്റിക്കൽ മെത്തേഡ്സിനെ കുറിച്ചിട്ടായിരിക്കും പഠിക്കുക. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. സോ നമുക്ക് ബാക്കി അടുത്ത ടോപ്പിക് അടുത്ത വീഡിയോയിൽ നമുക്ക് തുടങ്ങാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.